നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഗതാഗത സംവിധാനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് കാറുകൾ. കാറുകളുടെ വരവോടെ ലോകത്തിന്റെ മുഖച്ഛായ തന്നെ മാറി എന്ന് പറയാം. ഓരോ മേഖലകളിലെയും വാഹനങ്ങളുടെ വരവിനെ സംബന്ധിച്ച ചരിത്രം പരിശോധിച്ചാൽ ആ കാലഘട്ടത്തിലെ മനുഷ്യർ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള നിരവധി വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും. വാഹനപ്രേമികൾക്ക് മാത്രമല്ല, ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ട വിഷയമാണ് കാറുകൾ. ഗൾഫ് മേഖലയിലെ കാറുകളുടെ ചരിത്രം ആരംഭിക്കുന്നത് കുവൈറ്റിൽ നിന്നാണ് എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ഒരു നൂറ്റാണ്ട് മുൻപാണ് ഗൾഫ് മേഖലയിൽ കുവൈറ്റിലേക്ക് ആദ്യമായി കാറുകൾ എത്തുന്നത്. 1911 ആദ്യമായി കുവൈറ്റിൽ കാറുകൾ എത്തിയതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഷെയ്ഖ് മുബാറക് അൽ സബ ഇറക്കുമതി ചെയ്ത ബെൽജിയൻ മിനർവ മോഡലാണ് കുവൈറ്റിൽ ആദ്യമായി ഉപയോഗിച്ച കാർ. എഴുത്തുകാരനായ യാക്കൂബ് അൽ ഇബ്രാഹിം നടത്തിയ പഠനമനുസരിച്ച് കുവൈറ്റുകാർ ആ കാറിനെ ആന എന്ന് വിളിച്ചിരുന്നു. അതിനുള്ള കാരണം അത് വളരെ വലിയ വാഹനമായിരുന്നു എന്നതാണ്. കുവൈറ്റിലേക്ക് എത്തിയ രണ്ടാമത്തെ കാറും മിനർവയാണ്. കുവൈറ്റിൽ കാറുകൾ എത്തി ലൈസൻസ് സംവിധാനം ഉണ്ടായതിനു ശേഷം ആദ്യമായി ലൈസൻസ് നേടിയത് മുഹമ്മദ് അൽ സെയ്ദ് ഒമർ, ഈസ സാലി, അബ്ദുള്ള അൽ സെയ്ഫ് എന്നിവരാണ്. 1937 കുവൈറ്റിൽ ആദ്യമായി കാർ ആക്സിഡന്റ് മൂലമുള്ള മരണം റിപ്പോർട്ട് ചെയ്തത്. ഷെയ്ഖ ബദറിയ സബ അൽ സബ ആണ് കുവൈറ്റിൽ ആദ്യമായി വാഹനമോടിച്ച വനിതയായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1947 വിദേശത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം കുവൈറ്റിലെത്തിയ ഷെയ്ഖ ബദറിയ സബ ആരോഗ്യ മേഖലയിൽ സൂപ്പർവൈസറായി സേവനമനുഷ്ഠിച്ചതും ലൈസൻസ് സ്വന്തമാക്കിയതെന്നും ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ബ്രിട്ടീഷ് നിർമ്മിത ഹംബർ കാറുകൾ 50കളിലും 60കളിലും സുപരിചിതമായിരുന്നു. കുവൈറ്റ് ഓയിൽ കമ്പനി തൊഴിലാളികൾ മരുഭൂമിയിലൂടെ എണ്ണക്കിണറുകളിലെത്താൻ ഇത്തരം കാറുകളാണ് ഉപയോഗിച്ചിരുന്നത്. 1970കൾ മുതൽ എണ്ണ വിപണന രംഗത്ത് കരുത്തരായതോടെ കുവൈറ്റിലെ ഓട്ടോമൊബൈൽ വിപണന രംഗവും അനുബന്ധ വാണിജ്യ വ്യവസായ രംഗവും വൻ കുതിച്ചുചാട്ടമാണ് നടത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ 2025 മുതൽ 2030 വരെ കുവൈറ്റിലെ കാർ വിപണി വലിയ വളർച്ച നേടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഇറക്കുമതിക്കാരിൽ 39ാമതാണ് ഇന്ന് കുവൈറ്റിന്റെ സ്ഥാനം. കുവൈറ്റ് പ്രധാനമായി വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ജപ്പാൻ, US, ചൈന, ജർമ്മനി, UK എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനങ്ങൾ അഥവാ SUV ആണ് കുവൈറ്റിലെ ഏറ്റവും പ്രിയങ്കരമായ ശ്രേണിയിലുള്ള വാഹനം. കൂടാതെ ഉയർന്ന നിലവാരമുള്ള ആഡംബരത വിന്റേജ് ഓട്ടോമൊബൈലുകൾക്ക് കുവൈറ്റിൽ മികച്ച വിപണിയാണ് നൽകുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡുകൾ പ്രകാരം കുറഞ്ഞ വിലയുള്ള ചൈനീസ് ബ്രാൻഡുകളുടെ എണ്ണത്തിലുള്ള വർധനവ് പൊതുവെ വിപണിയിൽ ദൃശ്യമാണ്. കൊറിയൻ വാഹന കമ്പനികളുടെ വിപണി വിഹിതവും ഉയർന്നു തന്നെ നിൽക്കുന്നതായി കാണാം. കുവൈറ്റിലെ യൂസ്ഡ് കാർ വിപണിയും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന മേഖലയാണ്. പ്രവാസികളുടെ വലിയൊരളവിലുള്ള പങ്കാളിത്തം യൂസ്ഡ് കാർ വിപണിയെ സജീവമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഘടകമായി വിലയിരുത്താവുന്നതാണ്. അമേരിക്കൻ വാഹനങ്ങൾക്കും വലിയ സ്വീകാര്യത ഉള്ള വിപണി ആയതിനാൽ തന്നെ സ്പെയർ പാർട്സ് വിപണന രംഗത്ത് അമേരിക്കൻ സ്പെയർ പാർട്സ് വിപണിയാണ് മുൻപന്തിയിലുള്ളത്. ചെറിയ രാജ്യമാണെങ്കിലും GCCയിലെ ആഡംബര വാഹന വിപണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കുവൈറ്റ് വർഷങ്ങളായി നിലനിർത്തി പോരുന്നുണ്ട്. GCCയിലെ മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുവൈറ്റിൽ നികുതി ഭാരം കുറഞ്ഞതും ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമാണ് ലക്ഷറി കാർ വിപണി ഇത്രയും ശക്തമായി നിലനിൽക്കുന്നതിനുള്ള പ്രധാന കാരണം.